പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ എക്കണോമെട്രിക്സ് സിലബസിൽ നിന്നും എക്കണോമിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മൈനർ കോഴ്സാണ് എലമെന്ററി ടൂൾസ് ഫോർ എക്കണോമിക് ഡാറ്റ അനാലിസിസ് 1. അതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മൈനർ കോഴ്സിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 70 മാർക്കിനാണ് പരീക്ഷ. അതുകൊണ്ട് തന്നെ 3 ടൈപ്സ് ആണ് ക്വസ്റ്റ്യൻ, 3 മാർക്സ്, 6 മാർക്സ് ആൻഡ് 10 മാർക്സ്. അപ്പം 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓരോ മൊഡ്യൂളിലെയും 3 ടൈപ്പും പറയും. മൊഡ്യൂൾ 1 എക്കണോമിക് ഡാറ്റ, അതിൽ നിന്ന് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എക്കണോമിക് ഡാറ്റ എന്താണെന്ന്, പ്രൈമറി ഡാറ്റ എന്ത്, സെക്കൻഡറി ഡാറ്റ എന്ത്. ചിലപ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കും. സെൻസസ് സർവേ എന്ത്, സാമ്പിൾ സർവേ എന്ത്, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. യൂസേജ് ഓഫ് എക്കണോമിക് ഡാറ്റ, ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് എക്കണോമിക് ഡാറ്റ, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ, സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ, പ്ലാനിംഗ് ദ സർവേ സ്റ്റേജസ്. അതിൽ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ 5-6 മാർക്കും ചോദിക്കാം, സെക്കൻഡറി അറിഞ്ഞുകൊണ്ട് ചോദിക്കാം, സെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, സാമ്പിൾ അറിഞ്ഞു ഡിഫറെന്റ് ആയിട്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ ഒരു ചിലപ്പോൾ ചോദിക്കാം, എക്കണോമിക് ഡാറ്റ എന്നുള്ള രീതിയിലും ചോദിക്കാം. ഇനി നമ്മൾ പറയുന്നത് മൊഡ്യൂൾ 2 ആണ് പറയുന്നത്. മൊഡ്യൂൾ 2 സാമ്പിളിംഗ് ആൻഡ് സാമ്പിൾ ഡിസൈൻ എന്നുള്ള മൊഡ്യൂളിലെ ഭാഗമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം പറയുന്നത്. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി, ലോ ഓഫ് inertia of large numbers, simple random sampling and stratified random sampling, systematic random sampling, judgment sampling, convenience sampling, quota sampling, snowball sampling, determination of sample size എന്താണെന്ന് ചോദിക്കാം, സാമ്പിൾ ഇറർ, പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്ന് ചോദിക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, വാട്ട് ഈസ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പൊതു വിദ്യാർത്ഥികൾ അതിന്റെ ടൈപ്സ് മാത്രമേ എഴുതിക്കും, അതല്ല എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നാണ് എഴുതേണ്ടത്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻ 6 മാർക്സിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി, ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്, ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിൾ സൈസ്, മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് സാമ്പിളിംഗ്, സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറർ, പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ്, പ്രോബബിലിറ്റി അതിന്റെ ടൈപ്പുകളൊക്കെ വിശദമായിട്ട് എഴുതുക. എസ്എ ക്വസ്റ്റ്യൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് എസ്എ ക്വസ്റ്റ്യൻ ആണ്. മെത്തേഡ് ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് പ്രോബബിലിറ്റി സാമ്പിളിംഗും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് അതിന്റെ മെത്തേഡ്. അടുത്ത മൊഡ്യൂൾ 3 അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്രോണോളജിക്കൽ ഡാറ്റ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ടൈപ്സ് ഓഫ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കുറച്ച് ഡാറ്റ നിന്നിട്ട് അതിന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ ചോദിക്കാം. നീഡ് ഫോർ അറേഞ്ചിങ് ഡാറ്റ, ടൈപ്സ് ഓഫ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ. അടുത്ത മൊഡ്യൂൾ 4 ഡാറ്റ പ്രസന്റേഷൻ മെത്തേഡ്, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ടേബിൾസ്, ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാംസ്, ടൈം സീരീസ് ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം, ഒജീവ്സ്, ഫ്രീക്വൻസി പൊളിഗൻ, ഫ്രീക്വൻസി കർവ്, അരിത്തമെറ്റിക് റേഷ്യോ സ്കെയിൽ ഗ്രാഫ്. ഇത് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോയ്സ് ഓഫ് സൂട്ടബിൾ ഡയഗ്രാം, ടൈപ്സ് ഓഫ് ടേബിൾ, ടൈപ്സ് ഓഫ് ഡയഗ്രാം, ഡ്രോ പൈ ഡയഗ്രാം. പൈ ഡയഗ്രാം എങ്ങനെ വരക്കാൻ ചിലപ്പോൾ പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. ഡ്രോ ഒജീവ് ചോദിക്കാം, ഡ്രോ ഹിസ്റ്റോഗ്രാം ചോദിക്കാം, ചിലപ്പോൾ ഡ്രോ ഫ്രീക്വൻസി പൊളിഗൻ, ഡ്രോ ഫ്രീക്വൻസി കർവ്, ഈ രീതിയിലും ചോദിക്കാം. ലിമിറ്റേഷൻ ഓഫ് ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ്, ഗ്രാഫ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഗ്രാഫ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എസ്എയിലും വരാം. ഇങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, താങ്ക് യു.